ആശമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ UDF സർക്കാർ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനൈകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ പങ്കെടുത്തു. ആശമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ UDF സർക്കാർ. ഇന്ന് UDF മന്ത്രിസഭയുടെ ആദ്യ യോഗം കഴിഞ്ഞപ്പോൾ വെറും 3000 രൂപ മാത്രമാണ് ഓണറേറിയത്തിൽ വർധനവ് വരുത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതോടെ ഓണറേറിയം 9000 രൂപയിൽ നിന്ന് 12000 രൂപയാകും. എന്നാൽ 21000 രൂപയുടെ വർധനവ് തന്നെയാണ് നിലവിൽ ആശമാർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും കന്യാകുമാരി പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. കൂടാതെ തെക്കു പടിഞ്ഞാറൻ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലും ആൻഡമാൻ കടലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാലവർഷം വ്യാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. MLA-മാരുടെ സത്യപ്രതിജ്ഞ 21-ന് നടത്താനും 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. നിയുക്ത MLA G സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവരും മാത്രം വേദിയിൽ മതിയെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം ഔദ്യോഗികമായി നിർദ്ദേശം നൽകുകയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് അംഗങ്ങളും മാത്രമേ വേദിയിൽ ഉണ്ടാകാവൂ എന്നാണ് പ്രോട്ടോകോൾ. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് വേദിയിൽ ഇരിപ്പിടം നൽകിയിരുന്നു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രേണുകൈ കരിയർ സെന്റർ സ്ഥാപകൻ ശിവരാജ് രഘുനാഥ് മൊട്ടേങ്കാവുങ്കറെ CBI അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. മൊട്ടേങ്കാവുങ്കറുടെ ഓഫീസിലും വസതിയിലും നടത്തിയ വിശദമായ റെയ്ഡിൽ ഇയാളുടെ വ്യക്തിഗത മൊബൈൽ ഫോണിൽ നിന്ന് മെയ് 3-ന് നടത്തിയ പരീക്ഷയുടെ ചോർന്ന ചോദ്യപേപ്പർ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്ത സംഘത്തിലെ സജീവ പങ്കാളിയാണ് മൊട്ടേങ്കാവേങ്കർ എന്ന് CBI ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കണ്ണൂരിൽ UDF സർക്കാർ അധികാരത്തിലേറിയതിൽ നടന്ന ആഘോഷത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 9-കാരന് ദാരുണാന്ത്യം. അഴീക്കോട് സ്വദേശി K അമാനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ അൽഫാൻ, ബദാവി, സൽമാനുൽ, ഫാരിസ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സമീപത്തെ കോൺഗ്രസ് ഓഫീസിൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഇവിടെ നിന്ന് പടക്കം പൊട്ടിച്ചതിനു ശേഷം ബാക്കി വന്ന പടക്കങ്ങൾ എടുത്ത് കുട്ടികൾ സമീപത്തെ ഗ്രൗണ്ടിൽ നിന്ന് പൊട്ടിക്കുമ്പോഴായിരുന്നു അപകടം. രാജസ്ഥാനിലെ ജോധ്പൂരിൽ കൂട്ടബലാത്സംഗത്തെ തുടർന്ന് 2 സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർച്ചയായി പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് സഹോദരിമാർ ജീവനൊടുക്കിയത്. മെയ് 15-നാണ് ഇളയ സഹോദരി പ്രതികളുടെ ഗ്രാമത്തിലെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. താനും സഹോദരിയും വർഷങ്ങളായി ക്രൂരമായ പീഡനത്തിന് ഇരയാകുകയായിരുന്നുവെന്നും എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും യുവതി ആരോപിച്ചിരുന്നു. തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗ്വാങ്സി ഷുവാങ് പ്രദേശത്ത് ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തു. ഭൂകമ്പമാപിനിയിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് പ്രദേശത്തെ 7000-ലധികം താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈനീസ് സമയം പുലർച്ചെ 12:21-നാണ് ഗ്വാങ്സിയിലെ ലിയൂഷ നഗരപരിധിയിലുള്ള ലിയൂനാൻ ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഉപരിതലത്തിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ആഗോള ഇന്ധന ചരക്കു നീക്കത്തിന്റെ പ്രധാന നാഡിയെന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാൻ പുതിയ നിയന്ത്രണ ഏജൻസി പ്രഖ്യാപിച്ച് ഇറാൻ. പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലാണ് പേർഷ്യൻ ഗൾഫ് സ്ട്രീറ്റ് അതോറിറ്റി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചതായി സ്ഥിരീകരിച്ചത്.
കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം ഇനി മുതൽ ഈ അതോറിറ്റിയുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും. ജനൈകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.